ഹായ് മക്കളെ, എല്ലാ കുഞ്ഞുമക്കൾക്കും കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം എംഫോർടെക്കിന്റെ സ്വന്തം മെന്റർബിയിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും a warm welcome. So today in this session നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Cbse ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത റിലീസ് ചെയ്ത സാമ്പിൾ പേപ്പർ അനാലിസിസ് ആണ്, അതും സോഷ്യൽ സ്റ്റഡീസിന്റെ. എല്ലാ കുഞ്ഞുമക്കളെ സംബന്ധിച്ചും സോഷ്യൽ സ്റ്റഡീസ് കുറച്ച് ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും, കുറച്ച് ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. എനിവേ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ക്ലാസ് 10 CBSE സോഷ്യൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് അതാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരെയും സംബന്ധിച്ച് ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയും ചാപ്റ്റേഴ്സ് ഒറ്റയടിക്ക് പഠിച്ച് തീർക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്, അതും ഇനിയുള്ള ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് ആണ് നമ്മൾ ഇനി ഓരോരുത്തരും നടത്തേണ്ടത്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമുക്ക് എന്തറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് CBSE തങ്ങളുടെ ക്വസ്റ്റ്യൻസിനെ ഫ്രെയിം ചെയ്യുന്നത്. CBQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ സോഷ്യൽ സ്റ്റഡീസിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ചാപ്റ്ററിന് വെയിറ്റേജ് കൊടുത്ത് പഠിച്ചാലാണ് നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഈ ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് അഡ്രസ് ചെയ്യണം. സോ CBSEയുടെ സാമ്പിൾ പേപ്പർ അനാലിസിസ് ഫോർ സോഷ്യൽ സ്റ്റഡീസ് നമുക്ക് നോക്കാം അല്ലെ. 80 മാർക്ക് എക്സാം ആണ്. സോ 80 മാർക്ക് എക്സാമിന് എങ്ങനെയാണ് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് അല്ലെ. സോ ഓരോ ടെക്സ്റ്റ് ബുക്സിനും എങ്ങനെയാണ് അതിന്റെ വെയിറ്റേജ്, അതിന്റെ മാർക്ക് വൈസ് വെയിറ്റേജ്, ദെൻ ആഫ്റ്റർ ദാറ്റ് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാ കുഞ്ഞുമക്കളും അത് നോട്ട് ചെയ്തെടുക്കുക. വെറുതെ ക്ലാസ്സുകൾ, മെന്റർബിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വെറുതെ കേട്ടിരിക്കാനുള്ളതല്ല. ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും നോട്ടൊക്കെ വേണം, കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ സബ്ജക്റ്റിന്റെയും സോഷ്യൽ സ്റ്റഡീസിന്റെ ഓരോ പാർട്സിന്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടെക്സ്റ്റ് എന്താ, ഇന്ത്യൻ കണ്ടംപററി വേൾഡ് 2 അല്ലെ, നമ്മളെ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക്. 20 മാർക്ക് വെയിറ്റേജ് ആണ് നമ്മളെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിനുള്ളത്. ദെൻ കണ്ടംപററി ഇന്ത്യ 2 ജോഗ്രഫി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും അല്ലെ. സോ 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ളത്. ദെൻ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് 2 നമ്മളുടെ പൊളിറ്റി ടെക്സ്റ്റ് ബുക്ക്. ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നതും ഏറ്റവും ഈസിയിൽ ഏറ്റവും ടാക്ടിക്കലി നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം തീർച്ചയായിട്ടും ഒരു പോർഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പൊളിറ്റി എന്നായിരിക്കും. ദെൻ ദ ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏതാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ എക്കണോമിക് ഡെവലപ്മെന്റ്, 20 മാർക്ക്. സോ 2020 അല്ലെ, ടോട്ടൽ 80 മാർക്ക് വെയിറ്റേജിലാണ് നമ്മളെ സോഷ്യൽ സ്റ്റഡീസിന്റെ SSTയുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിൽ ഏറ്റവും ടോപ്പ് A1 തന്നെ മാക്സിമം മാർക്കിലേക്ക് തന്നെ എത്താനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു വഴി നമുക്ക് ഓൾറെഡി നമ്മുടെ മുൻപിൽ CBSE തന്നെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാമ്പിൾ പേപ്പർ അനാലിസിസ് എങ്ങനെയാണ്, എന്താണ് അതിന്റെ സ്ട്രക്ചർ. കാരണം നമ്മളുടെ ഒപ്പോസ് വരുന്ന എനിമിയുടെ അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ ഉറപ്പാണ് നല്ല കിടിലൻ സ്കോറിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. സോ റെഡി അല്ലേ? ലെറ്റ്സ് മൂവ് ഓൺ. നമുക്ക് നോക്കാം, വൺ ബൈ വൺ ആയിട്ട് നോക്കാം. CBSEയുടെ ഒഫീഷ്യൽ സാമ്പിൾ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ്, അതിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻസ്ട്രക്ഷൻസ് ആണ് സാർ ഇപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ഇത് CBSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, സോ ഞാനിപ്പോ ഇതല്ലാതെ അതിന്റെ ഒരു ഓവറോൾ അനാലിസിസ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് സീ എങ്ങനെയാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻസ്, ഏതൊക്കെ സെക്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രെയിം വർക്ക്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഓക്കെ, ഹൗ മെനി സെക്ഷൻസ്? സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D, സെക്ഷൻ E, സെക്ഷൻ F വരെയുള്ള സെക്ഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഓരോ സെക്ഷന്റെയും വെയിറ്റേജ് എത്രയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഓഫ് കോഴ്സ് സെക്ഷൻ Fലാണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. സോ ഫ്രം ദ ബിഗിനിങ് ലെറ്റ്സ് സ്റ്റാർട്ട്. എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഓക്കെ, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. സോ ഫസ്റ്റ് വൺ ഈസ് സെക്ഷൻ A. സെക്ഷൻ Aയിൽ നിന്ന് I already told you that 80 മാർക്സിന്റെ എക്സാം ആണ് അല്ലെ. 80 മാർക്ക് എക്സാം ആണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ സെക്ഷൻ Aയിൽ നിന്ന് ചോദിക്കുന്നത് 20 മാർക്സിന്റെ അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 20 മാർക്സിന് തന്നെ ആയിരിക്കും. ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. അത് 20 മാർക്സിന് തന്നെ ആയിരിക്കും. സോ ഓവറോൾ നമുക്ക് അത് 1 മാർക്ക് ഈച്ച് ആണ്. ഓരോന്നിനും 1 മാർക്ക് ഈച്ച് ആണ്. ഓഫ് കോഴ്സ് അത് MCQ സെക്ഷൻ ആണ്.
MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് തീർച്ചയായിട്ടും ആ ഒരു സെക്ഷനിൽ നിന്ന് വരാം. ഓൾറെഡി നിങ്ങൾക്കറിയാലോ CBSE MCQന്റെ വെയിറ്റേജസ് ഒക്കെ ലാസ്റ്റ് 2 years ആയിട്ട് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോ NCERT ഏറ്റവും നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമേ MCQന്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താനായിട്ട് സാധിക്കും. മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കണം അല്ലേ? Then സെക്ഷൻ B യിൽ വരുന്നത് ഓക്കെ ഓഫ് കോഴ്സ് 4 questions ആണ്. 4 questions ഓരോന്നിന്റെയും വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന്റെ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യൻ. 2 മാർക്കാണ് നമുക്ക് നേടാനായിട്ട് സാധിക്കുക. സോ ടോട്ടൽ 8 മാർക്കാണ്. 8 മാർക്കിന് 4 questions 4 into 2 which means 4 questions 2 മാർക്കിന്റെ 4 questions. അതാണ് സെക്ഷൻ B യിൽ നിന്ന് ചോദിക്കുക. ഷോർട്ട് ആൻസർ ആണ്. അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എന്തായാലും നോക്കണം. ദാറ്റ് ഈസ് the answer should not exceed 40 words. 40 words മതി. അതിന് എക്സീഡ് ആയിട്ട് നമ്മൾ എഴുതണ്ട. അതായത് നമ്മൾ എപ്പോഴും SSCയുടെ എക്സാമിന് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താ? ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ? ടൈം എപ്പോഴും നമുക്ക് തികയാ. ചില ആൾക്കാർക്ക് സഫീഷ്യന്റ് ടൈം ആണ്, ചില ആൾക്കാർക്ക് ടൈം ഓഫ് കോഴ്സ് തികയാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സാമിന് നമ്മൾ എപ്പോഴും ടൈം മാനേജ്മെന്റിൽ ട്രെയിൻഡ് ആയിരിക്കണം, വെൽ ട്രെയിൻഡ് ആയിരിക്കണം. ആൻസറിനെ ഫ്രെയിം ചെയ്യാനായിട്ട് സാധിക്കണം. സോ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് എക്സീഡ് 40 words. ആ ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. Then section C 5 questions will be there. 5 into 3 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും. 3 മാർക്കാണ്. 5 into 3 15 മാർക്ക് വെയിറ്റേജ് ആണ് സെക്ഷൻ C ക്കുള്ളത്. സോ 5 questions അത് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ ആൻഡ് അത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം നമുക്ക് എഴുതാനുണ്ടാവും. വെറുതെ നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റത്തില്ല. അത്യാവശ്യം നമ്മൾ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ആക്കി നല്ല കിഡിലനാക്കി ഫ്രെയിം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് സെക്ഷൻ സിയിൽ വരാം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 60 words. ഐ റിപ്പീറ്റ് 60 words. നോട്ട് ചെയ്യുക. 60 wordsന് മേലെ വേണ്ട, എന്നാൽ 60 wordsന് താഴെ ആവാനും പാടില്ല. സോ ആ ഒരു കാര്യം എല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകം സ്പെഷ്യലി നോട്ട് ചെയ്യുക. Then section D 4 questions will be there. 5 mark each. which means very long answer question. Very long answer question. ഒത്തിരി നമുക്ക് എഴുതാനുണ്ടാവും. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നമ്മൾ എഴുതേണ്ട കാര്യമൊന്നുമില്ല. 20 മാർക്ക് വെയിറ്റേജ് ആണ് സെക്ഷൻ D ക്കുള്ളത്. വെരി ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് എക്സീഡ് 120 words. 120 wordsലാണ് എല്ലാ കുഞ്ഞുമക്കളും എന്ത് ചെയ്യേണ്ടത്? നമ്മളെ സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യേണ്ടത്. Then സെക്ഷൻ E കിഡിലൻ സെക്ഷൻ ആണ്. എല്ലാവരെയും സംബന്ധിച്ച് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതും സെക്ഷൻ ഇക്ക് വേണ്ടിയാണ് അല്ലേ? Don't worry, section E is very easy. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ടൈറ്റ് ഒന്നും അല്ല. സെക്ഷൻ E എന്ന് പറഞ്ഞാൽ അത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ നമ്മളുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ CBSE അനലൈസ് ചെയ്യുന്നത് ഈ സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. There will be 3 questions, okay, which contains 4 marks അല്ലേ? So 3 into 4 12 marks ആണ് ടോട്ടലി സെക്ഷൻ ഇയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഷുഡ് നോട്ട് എക്സീഡ് 100 words. 100 words ഒക്കെ മതി, അതിന് മേലെ നമുക്ക് ആവശ്യമില്ല. സോ അതാണ് സെക്ഷൻ ഇയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത്. Then last and final, oh my god, sorry, 3 sections of course. സോഷ്യൽ സ്റ്റഡീസ് എക്സാം അത്ര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്ക് പല സെക്ഷൻസ് ആയിട്ട് പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. ദെൻ സെക്ഷൻ എഫില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഒരിക്കലും മാർക്ക് മിസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മളുടെ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഓഫ് കോഴ്സ് ദർ വിൽ ബി ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട്, സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് അവിടെ മെയിൻ ആയിട്ട് വരാം. അതിന് തന്നെ 2 parts will be there. If it is a 37th question ആണെങ്കിൽ 37A ഉണ്ടാവും, 37B ഉണ്ടാവും. അതിൽ തന്നെ 5 sub questions ഉണ്ടാവും. Okay, 2 from history and 3 from geography. That is map question 2 mark നമുക്ക് ഹിസ്റ്ററി നിന്ന് കിട്ടും, 3 mark നമുക്ക് ജോഗ്രഫി നിന്ന് കിട്ടും. ടോട്ടൽ 5 mark വെയിറ്റേജ് ആണ് സെക്ഷൻ എഫിനുള്ളത്. അത് മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ total there will be 37 questions as per the sample paper. Okay, 37 questions ആണ് സാമ്പിൾ പേപ്പർ പ്രകാരം നമുക്ക് CBSE നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ മെയിൻ എക്സാമിന്റെ ബോർഡ് എക്സാമിന്റെ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, 80 marks. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോ ഏകദേശം നമുക്കൊരു ഇൻസ്ട്രക്ഷൻസിനെ പറ്റി, എക്സാമിനെ പറ്റി ഒരു ധാരണ കിട്ടി, ഒരു ഐഡിയ കിട്ടി. Then let's move on to നമുക്ക് ഓരോ സബ്ജക്റ്റിനെയും ഫോക്കസ് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, സാമ്പിൾ പേപ്പർ അനാലിസിസ് ചാപ്റ്റർ വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓരോ ചാപ്റ്ററും, ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ, ഹിസ്റ്ററി സെക്ഷൻ. ഹിസ്റ്ററി, ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 2 സെക്ഷനിൽ നിന്ന് ടോപ്പിൽ തന്നെ ഒരു കാര്യം ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 2 marks മാപ്പ് ഇസ് ദ മാപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് ഫ്രം ഹിസ്റ്ററി. 2 marks, വെരി ഈസി. ആകെ നമുക്കൊരു 5 to 6 സ്പോട്ടുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അത് ക്ലിയർ ആയിട്ട് പഠിച്ച് നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. Then the first chapter from history, that is rise of nationalism in Europe.
ടോട്ടലി നമുക്ക് അവിടെ ഒരു 6 മാർക്ക് വെയിറ്റേജ് ആണ് ജനറലി സാമ്പിൾ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് 1 MCQ അവിടെ നമുക്കൊരു 1 MCQ ഉണ്ടാവും, ദെൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ, എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 6 മാർക്കാണ് ജനറലി സാമ്പിൾ പേപ്പറിൽ അതിന് കൊടുത്തിരിക്കുന്ന വെയിറ്റേജ്. ആൻഡ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാണ് സാറ്, ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ അനാലിസിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ around 5 to 7 മാർക്കിന്റെ വെയിറ്റേജ് ആണ് റൈസ് ഓഫ് നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ളത്. ഓക്കെ, then second one, that is nationalism in India, that is the second chapter. Total you see that 8 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്, 8 മാർക്കിന്റെ വെയിറ്റേജ്, which means 1 mark 1 plus 1 അത് MCQ പോർഷൻ ആണ്. then 4 മാർക്ക് 1 മാർക്ക് MCQ ആണ്, 4 മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ദെൻ 2 മാർക്ക് മാപ്പിംഗ് ആയിരിക്കും. ടോട്ടൽ 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താൽ അറൌണ്ട് സാമ്പിൾ പേപ്പർ മാത്രമല്ല ലാസ്റ്റ് 10 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ 5 to 7 തന്നെയാണ്, 5 to 7 മാർക്കിന്റെ വെയിറ്റേജ് തന്നെയാണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിനും ഉള്ളത്. ഓക്കെ, ഞാനൊരു ടിപ്പ് നിങ്ങൾക്ക് തരാം. ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്. ദാറ്റ് ഈസ് റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, നാഷണലിസം ഇൻ ഇന്ത്യ. നല്ല കിഡിലനായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ദെൻ മേക്കിംഗ് ദ ഗ്ലോബൽ വേൾഡ്, ദ തേർഡ് ചാപ്റ്റർ, അറൌണ്ട് 2 മാർക്ക് വെയിറ്റേജ് ആണ് ചാപ്റ്ററിനുള്ളത്. ലാസ്റ്റ് 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 4 റേഞ്ചിൽ മാർക്കുകൾ ചോദിക്കാം. സംടൈംസ് അധികം വെയിറ്റേജ് വരില്ല, സംടൈംസ് അപ് ടു 4 വരെ വെയിറ്റേജിന് പോവാം. എനിവേ മോസ്റ്റ് വെയിറ്റേജ് എപ്പോഴും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിനാണ്. ഓക്കെ, ദെൻ ദ ഫോർത്ത് ചാപ്റ്റർ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ്, 4 മാർക്ക് വെയിറ്റേജ് ആണ്. 4 മാർക്ക് വെയിറ്റേജ് ഉണ്ട്, 1+3 എന്ന റേഷ്യോയിലായിരിക്കും. 1 MCQ will be there and of course the 3 mark question will be there. Okay, ആ രീതിയിലാണ് നമ്മൾ പ്രിന്റ് കൾച്ചർ ആൻഡ് മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ അഡ്രസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഇയേഴ്സ് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 to 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ജനറലി CBSE എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ അല്ലേ? സോ മറക്കണ്ട, ഇതാണ് ഹിസ്റ്ററി സെക്ഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ഏകദേശം വെയിറ്റേജിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മളുടെ പീരിയോഡിക് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ബോർഡ് എക്സാമിന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, 2 മാർക്ക് മറക്കണ്ട, അത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഫ്രം ദ മാത്ത് സെഷൻ. ഓക്കെ, സെഷൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ INCയുടെ സെഷൻസ് എവിടെയൊക്കെ വെച്ചാൽ നടന്നത്, ഏതൊക്കെ പ്ലേസസ് ആണ്, അതൊക്കെയാണ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, then the next one is geography, the ultimate geography session. geography എങ്ങനെയാ ഫസ്റ്റ് തന്നെ സാർ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, എന്താ 3 mark weightage is given to the map session. മാപ്പ് സെഷനിൽ മാത്രം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ഒരു 6 മാർക്കിന്റെ വെയിറ്റേജ് ആണ് സാമ്പിൾ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് 1 MCQ 6 മാർക്ക്, വിച്ച് മീൻസ് ദാറ്റ് 1 MCQ ആൻഡ് 5 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യനും റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഉണ്ട്. സംടൈംസ് അതിന്റെ വെയിറ്റേജ് കുറവായിട്ട് വരാറുണ്ട്. എനിവേ ലാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 3 to 6 മാർക്കിന്റെ വെയിറ്റേജ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് എല്ലാ കുഞ്ഞുമക്കളും, ഡാറ്റാ ബേസ്ഡ് ആയിട്ടുള്ള വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് മെന്റബി നിങ്ങൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യുക. സെക്കൻഡ് ചാപ്റ്റർ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് റിസോഴ്സസ്. ഓക്കെ, 2 മാർക്കാണ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. 1+1 2 MCQs ആയിരിക്കും മെയിൻ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ആൻഡ് ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 1 to 4 മാർക്കിന്റെ വെയിറ്റേജിൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ടർ റിസോഴ്സസ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. നമ്മളുടെ ജോഗ്രഫിയിൽ കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ വാട്ടർ റിസോഴ്സസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. 4 മാർക്ക് വെയിറ്റേജ് ആണ്. ലാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ നോക്കിയാൽ അറൌണ്ട് ഒരു 5 മാർക്ക് വരെ, അപ് ടു 5 മാർക്ക് വരെ വെയിറ്റേജിന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ അഗ്രികൾച്ചർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ബട്ട് ദിസ് ഇയർ നമ്മളുടെ സാമ്പിൾ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസേ കാണാൻ പറ്റുള്ളൂ. എനിവേ 4 to 6 മാർക്കിന്റെ വെയിറ്റേജ് ലാസ്റ്റ് 10 ഇയേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നു. ലാസ്റ്റ് ഇയറിലെ സാമ്പിൾ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇനീഷ്യലി സാമ്പിൾ പേപ്പർ റിലീസ് ചെയ്തപ്പോൾ വെയിറ്റേജ് കുറവായിരുന്നു. ബട്ട് ബോർഡ് എക്സാമിലേക്ക് വന്നപ്പോൾ വെയിറ്റേജ് കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിച്ച് മീൻസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ദെൻ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്, 1 മാർക്ക്
BVSൽ അൺഫോർച്ചുനേറ്റ്ലി 1 മാർക്കിന്റെ മാപ്പ് ക്വസ്റ്റൻ ആണ്. സാമ്പിൾ പേപ്പറിൽ നമുക്ക് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുക. ബട്ട് അതൊരു 1 to 4 മാർക്ക് വെയിറ്റേജ്, 1 to 4 മാർക്ക് വെയിറ്റേജിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ദെൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് 2 മാർക്ക് വെയിറ്റേജ് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സാമ്പിൾ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. ബട്ട് ലാസ്റ്റ് 10 ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 to 5 മാർക്കിന്റെ വെയിറ്റേജ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, വെരി ഈസി ചാപ്റ്റർ ഓൾസോ. ആൻഡ് ഓഫ് കോഴ്സ് ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി സിലബസിൽ ഓൾറെഡി ക്ലിയർലി പറയുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. സോ മാപ്പ് ഓൺലി ചാപ്റ്റർ ആണ്. അറൌണ്ട് ഒരു 1 to 2 മാർക്ക്, 1 മാർക്ക് ഒക്കെയാണ് ജനറലി വരാറ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. സോ ജോഗ്രഫി എല്ലാ കുഞ്ഞുമക്കൾക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് നമുക്ക് ഒട്ടും ടൈം കളയാനില്ല. ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം, 1 by 1 ആയിട്ട് നമുക്ക് അറിയണം. ഓക്കെ, പൊളിറ്റിക്സ്, ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ്. ഓക്കെ, സോ പൊളിറ്റി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ചാപ്റ്ററിൽ നിന്ന് ജനറലി ഇത്തവണ വന്നിരിക്കുന്നത്. 2 MCQs are there, 1 + 1 + 2 മാർക്കിന്റെ ഒരു വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കിയാൽ 1 to 4 മാർക്ക് വെയിറ്റേജിൽ നമ്മളെ പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അറിയാലോ, നമ്മളുടെ ബെൽജിയം, ശ്രീലങ്ക, മെജോറിറ്റേറിയനിസം, അക്കോമഡേഷൻ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് പഠിക്കണം. ഫാക്ച്വലി ഒത്തിരി കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് MCQസിന്റെ പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. ദെൻ ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്തവണ നമുക്ക് 4 മാർക്ക് വെയിറ്റേജ് ആണ് സാമ്പിൾ പേപ്പറിൽ കാണാൻ പറ്റുക. ബട്ട് ലാസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അറൌണ്ട് 4 to 7, ഐ റിപ്പീറ്റ് 4 to 7 മാർക്ക് വരെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് ഫെഡറലിസം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. ദെൻ ദ തേർഡ് വൺ ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്റർ 4 മാർക്ക് വെയിറ്റേജ് ആണ്. 1 + 3 എന്ന റേഷ്യോയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. 1 MCQ വിൽ ബി ദർ ആൻഡ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. ഓക്കെ, ദെൻ 1 to 3 തന്നെയാണ്. ലാസ്റ്റ് 10 ഇയേഴ്സ് എടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റേജ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലി പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ പൊളിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ദാറ്റ് ഈസ് political parties, 6 mark weightage, very important chapter, very easy chapter also. Okay, so 6 mark weightage ആണ്. അത് 1 + 5 മാർക്കിന്റെ essay question ഉണ്ടാവും. 1 MCQ from that chapter, very important chapter. And 4 to 7 മാർക്കിന്റെ weightage, up to 7 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരാറുണ്ട്. ലാസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then outcomes of democracy. Okay, it's a very short chapter. നമുക്ക് പെട്ടെന്ന് ഒരു 1 hour ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സ്പീഡിലി ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, റിവിഷൻ നടത്താൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഹാഫ് ആൻ അവറിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവറിലൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റും. 2 മാർക്ക് വെയിറ്റേജ് ആണ് ചാപ്റ്ററിൽ നിന്നുള്ളത്. ഇത്തവണ നമ്മൾ നോക്കിയാൽ 1 + 1 MCQs ആണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ബട്ട് ലാസ്റ്റ് 10 ഇയേഴ്സ് നോക്കി കഴിഞ്ഞാൽ അറൌണ്ട് 4 to 7 up to 7 മാർക്ക് വരെ ഉള്ള വെയിറ്റേജിൽ ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ മെയിൻലി നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കുമ്പോൾ ഫെഡറലിസം ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ആൻഡ് പവർ ഷെയറിംഗ്, ഇത്രയും കാര്യങ്ങൾ ഈ വളരെ വെയിറ്റേജ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് തന്നെയാണ്. ദെൻ ജെൻഡർ റിലീജിയനും നമുക്ക് അത് എളുപ്പത്തിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ചാപ്റ്റർ കൂടിയാണ് ജെൻഡർ റിലീജിയൻ എന്ന് പറയുന്നത്. ദെൻ ദ ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഏതാ? നമ്മളുടെ സ്വന്തം എക്കണോമിക്സ്, അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ഡെവലപ്മെന്റ്. സോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 5 മാർക്ക് വെയിറ്റേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ അറിയില്ല, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വെയിറ്റേജിൽ നല്ല കിഡിലൻ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എക്സാമിന് അടക്കം വന്നിരിക്കുന്ന ഒരു പോർഷൻ ആണ് എന്ത് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ NCERT വെച്ച് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്കണോമിക്സിലെ മാർക്കുകൾ സൂപ്പർ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. NCERT അല്ലാതെ നിങ്ങൾ മറ്റൊരുപാട് ഗൈഡുകളുടെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നുമില്ല. NCERT ആണ് അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. സോ ഡെവലപ്മെന്റ് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. 1 + 4 1 MCQ and 4 mark question will be there. Okay, around 3 to 7 last 10 years നോക്കിയാൽ 3 to 7 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. Then let's say sectors of Indian economy, sectors of Indian economy. Okay, ഏറ്റവും കൂടുതൽ വെയിറ്റേജ്, ഐ റിപ്പീറ്റ്, ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. 7 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. 1 + 3 + 3 എന്ന പാറ്റേണിലാണ്. Okay, which means 1 MCQ will be there, 2 3 mark question will be there.
ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അതിലൊന്ന് കേസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള പോസിബിലിറ്റി എവിടെയുണ്ട്? സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയിലുണ്ട്. ഐ റിപ്പീറ്റ്, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, സോ ലാസ്റ്റ് 10 years നോക്കിയാൽ see that 4 to 10 മാർക്കിന്റെ വെയിറ്റേജ്, up to 10, 4 to 10 ഗ്യാപ്പിലാണ് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത്രയും വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ചാപ്റ്റർ. ദെൻ മണി ആൻഡ് ക്രെഡിറ്റ്. മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 6 മാർക്ക് വെയിറ്റേജ് ആണ്. സാമ്പിൾ പേപ്പർ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുക 1+5 എന്ന റേഷ്യോയിലായിരിക്കും, വിച്ച് മീൻസ് 1 MCQ ആൻഡ് 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ മണി ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവും. 5 to 8 വരെയാണ് ലാസ്റ്റ് 10 years ആയിട്ട് ആ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് മാർക്കിന്റെ കാര്യത്തിൽ ഡീവിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ് ടു 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി, ആ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്ക് വെയിറ്റേജ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 1+1 to both are MCQs and up to sometimes last 10 years നമ്മൾ നോക്കുന്ന സമയത്ത് 1 to 6 മാർക്ക് sometimes അതിന്റെ വെയിറ്റേജ് കൂടുതലായിട്ടും കാണിക്കാറുണ്ട്. 6 മാർക്സ് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എനിവേ ദിസ് ഇയർ 2 മാർക്ക് വെയിറ്റേജ് ആണ് നമുക്ക് ജനറലി കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ദെൻ കൺസ്യൂമർ റൈറ്റ്സ്, യു ഓൾ നോ ദാറ്റ് അത് നമ്മളുടെ പ്രൊജക്ട് വർക്കാണ്. അതെല്ലാ കുഞ്ഞുമക്കളും ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മളിപ്പോ 4 ടെക്സ്റ്റ് ബുക്സും എല്ലാ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഓൾ ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് ആണ് അനലൈസ് ചെയ്തത്. ഇതെല്ലാം ഇതിപ്പോ 2 ടൈപ്സ് ഓഫ് വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് നമ്മളിപ്പോ കമ്പയർ ചെയ്തത്. ദ ഫസ്റ്റ് വൺ നമ്മളെ സാമ്പിൾ പേപ്പർ അനാലിസിസും, സെക്കൻഡ് വൺ ലാസ്റ്റ് 10 yearsൽ എങ്ങനെ വേരി ചെയ്യുന്നു, ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്. എക്കണോമിക്സ് നോക്കിയാൽ സെക്ടേഴ്സ് ഓഫ് ഇന്ത്യൻ എക്കണോമിയും മണി ആൻഡ് ക്രെഡിറ്റും ഡെവലപ്മെന്റും പഠിക്കാതെ എക്കണോമിക്സ് എക്സാമിന് നമ്മളെ SST എക്സാമിന് പോയിട്ട് കാര്യമില്ല, കാരണം അത്രയും വെയിറ്റേജ് കൂടുതലാ. ഇപ്പൊ അറൌണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ ചാപ്റ്ററുകൾക്കാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററുകൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി, എവിടെയാണ് കൂടുതൽ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ഐഡിയ തീർച്ചയായിട്ടും എല്ലാ കുഞ്ഞുമക്കൾക്കും കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് അതേ രീതിയിൽ തന്നെ അതേ സ്ട്രാറ്റജിയിൽ തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. എല്ലാ കുഞ്ഞുമക്കളും അതേ രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. തീർച്ചയായിട്ടും NCERT ആണ് അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മെന്റർബിയുടെ മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ കുഞ്ഞുമക്കൾക്കും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം സോഷ്യൽ സ്റ്റഡീസിന്റെ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് നമ്മൾ പോയിന്റ് ആക്കി പഠിക്കാൻ നമ്മുടെ ലേണിങ്ങിന് ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള രീതിയിലാണ്, ഈസി ആക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മളുടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ എക്സാം കില്ലർ ബാച്ചും സ്പെഷ്യലി നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്തിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ്. അതിന്റെ ഡീറ്റെയിൽസും കൂടി സാർ നിങ്ങളുടെ അടുത്ത് പറയാം. ബിഫോർ ദാറ്റ് CBQ ക്വസ്റ്റ്യൻസ് അറിയാലോ, ഇത്തവണ നമുക്ക് ബോർഡ് എക്സാമിന് നമ്മൾ അറൌണ്ട് മോർ ദാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് 50% എങ്ങനെ പോയാലും CBQ ക്വസ്റ്റ്യൻസിന്റെ പ്രസൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കും. സോ വാട്ട് ഡു യു മീൻ ബൈ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്? നമ്മളുടെ നോർമൽ ജനറലി നമ്മൾ ഇത്രയും നാളും പഠിച്ച പോലെ ജനറലി ഒരു ക്വസ്റ്റ്യൻ Q&A സെഷൻ പോലെ ജസ്റ്റ് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ തരുന്നു, അതിന് ആൻസർ എഴുതുന്നു, അതിനി ഇല്ല. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അനലിറ്റിക്കൽ സ്കില്ല്, നമ്മളുടെ കാപ്പബിലിറ്റി, നമ്മൾ എങ്ങനെ പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യുന്നു, അതേ രീതിയിലേക്ക് നമ്മളുടെ ക്വസ്റ്റ്യന്റെ ഫ്രെയിം വർക്കുകൾ മാറുന്നു. അപ്പൊ അതിന്റെയൊക്കെ കിഡിലനായിട്ടുള്ള അടിപൊളി പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് മെന്റർബിയുടെ മെറ്റീരിയൽ മെന്റർബി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എക്സാം കില്ലർ ബാച്ചിൽ നമ്മൾ ഈ വരുന്ന October 25th ലോഞ്ച് ചെയ്യാൻ പോകുന്ന മെന്റർബിയുടെ അൾട്ടിമേറ്റ് എക്സാം കില്ലർ ബാച്ചിൽ നമ്മളത് കൃത്യമായിട്ട് അതിന് വേണ്ട സ്ട്രാറ്റജി CBQ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ് അറിയാലോ, കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് നോർമൽ എല്ലാം MCQs കോമ്പീറ്റൻസി ബേസ്ഡ് ആയിട്ട് വരാറുണ്ട്, പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അസേർഷൻ ആൻഡ് റീസണിംഗ് MCQs പിക്ചർ ബേസ്ഡ്, അസേർഷൻ ആൻഡ് റീസണിംഗ് ഒക്കെ ഒരുപാട് ആൾക്കാരെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ. ഡോണ്ട് വറി, മെന്റർബി ഈസ് ഹിയർ അല്ലേ, ഞങ്ങളുണ്ട്, ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങൾ വെൽ എക്യുപ്ഡ് ആണ് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഓഫ് കോഴ്സ് സ്പെഷ്യൽ സെഷൻസ് മെന്റർബിയിൽ ഉണ്ടാകും. റിപ്പോർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ചുരുക്കി പറഞ്ഞാൽ 360 ഡിഗ്രിയിൽ തന്നെ സോഷ്യൽ സ്റ്റഡീസിനെ നമ്മൾ അടിപൊളിയായിട്ട് സോഷ്യൽ സ്റ്റഡീസ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. സോ എല്ലാ കുഞ്ഞുമക്കളും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഒരു നോർമൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള സാമ്പിൾ പേപ്പർ അനാലിസിസ് മെന്റർബിയുടെ യൂട്യൂബ് ചാനൽ എല്ലാ കുഞ്ഞുമക്കളും സബ്സ്ക്രൈബ് ചെയ്യുക. ബിക്കോസ് അതിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വേണ്ട ഒത്തിരി കാര്യങ്ങൾ യൂട്യൂബ് ചാനലിൽ വീണ്ടും വരും. എസ്പെഷ്യലി CBSE ബോർഡ് എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ എല്ലാ കുഞ്ഞുമക്കളും മറക്കണ്ട,
October 25th ആണ് ഡെഡ് ലൈൻ. എല്ലാ കുഞ്ഞുമക്കളും അഡ്മിഷൻ എടുക്കുക. 3 phase റിവിഷൻ ആണ്. ഇന്റൻസീവ് ആയിട്ട് CBSE ബോർഡ് എക്സാമിന് നമ്മൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന, നിങ്ങളെ ഓരോരുത്തരും പ്രിപ്പയർ ആക്കുന്ന ഒത്തിരി ടീച്ചേഴ്സിന്റെ, ഒത്തിരി മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സിന്റെ ഹെൽപ്പോട് കൂടി ഏറ്റവും മികച്ച കോച്ചിങ് ട്രെയിനിങ് ആയിരിക്കും മെന്റർ ബി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് അറിയില്ല എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഇത്രയും സോഷ്യൽ സ്റ്റഡീസിന്റെ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. സോ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാ കുഞ്ഞുമക്കളും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേർക്ക് ഇത് ബെനിഫിഷ്യൽ ആയിരിക്കും. സോ താങ്ക് യു സോ മച്ച്.